US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് സംഘർഷത്തിൽ അയവ് വന്നതിനെ തുടർന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലും ഗ്ലോബൽ മാർക്കറ്റുകളിലും ചെറിയ രീതിയിലുള്ള ഒരു റിക്കവറി പ്രകടമാണ്. അമേരിക്കൻ ഫ്യൂച്ചറുകൾ ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. S&P ഫ്യൂച്ചർ 0.29, നാസ്ഡാക്ക് ഫ്യൂച്ചർ 0.19, യൂറോ സ്റ്റോക്ക് ഇൻഡെക്സ് 0.47% ഉയർന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 0.23% ഇടിഞ്ഞ് 25,227 ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ 4 ദിവസത്തെ ബൈയിങ്ങിന് ശേഷം കഴിഞ്ഞ ദിവസം നെറ്റ് സെല്ലറായി മാറി. 240 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FPS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,333 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻ മോശമായതിനെ തുടർന്ന് ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിൽ ഒരു ഇടിവ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. $63 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ബ്രന്റ് ക്രൂഡിൻ്റെ വിലയെത്തി. അതേസമയം കൊമോഡിറ്റിയിൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും വിലയിൽ വർധനവുണ്ടായി. സിൽവറിൻ്റെ വില ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയപ്പോൾ ഗോൾഡിൻ്റെ വിലയിൽ 0.5% വർധനവുണ്ടാവുകയും ചെയ്തു. ഇന്ന് CNTDLM, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഇറാഡ, പെർസിസ്റ്റന്റ് സിസ്റ്റം, ടെക് മഹീന്ദ്ര, തൈറോകെയർ ടെക്നോളജി തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള ഒരു സ്റ്റോക്കാണ് ജസ്റ്റ് ഡയൽ. ജസ്റ്റ് ഡയലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25% ഇടിഞ്ഞ് 160 കോടിയിൽ നിന്നും 119 കോടിയിലേക്കെത്തി. ക്വാർട്ടർ ടു ക്വാർട്ടറാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. മാർജിൻ 29% നിന്നും 28% ഇടിഞ്ഞപ്പോൾ എബിറ്റ ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുന്നു. കമ്പനിയുടെ റവന്യൂ 1.7% വർദ്ധിച്ച് 298 കോടിയിൽ നിന്നും 303 കോടിയിലേക്കെത്തി. മറ്റൊരു സ്റ്റോക്ക് HCL ടെക്നോളജിയാണ്. HCL ടെക്നോളജിയുടെ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 5% വർദ്ധിച്ച് 30,349 കോടിയിൽ നിന്നും 31,942 കോടിയിലേക്കെത്തി. എബിറ്റ 11% വർദ്ധിച്ച് 4,942 നിന്നും 5,502 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 10% വർദ്ധിച്ച് 3,843 നിന്നും 4,235 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവിൽ 41% വർധനവുണ്ടായി. കോൺസ്റ്റന്റ് കറൻസി 2.4% ക്വാർട്ടർ ടു ക്വാർട്ടറിലും 4.6% ഇയർ ഓൺ ഇയറിലും വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ അട്രീഷൻ റേറ്റ് ഏറെക്കുറെ സ്റ്റേബിളായി തുടരുകയും ചെയ്തു. ലാർജ് ക്യാപ്പ് IT സെക്ടറിലെ കമ്പനികളിൽ ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് HCL ടെക്. ആനന്ദ് റാഠിയുടെ ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാണ്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ 8.39% വർദ്ധിച്ച് 274 കോടിയിൽ നിന്നും 297 കോടിയിലേക്ക് എത്തി. ഇയർ ഓൺ ഇയറിൽ 22% വളർച്ചയാണ് റവന്യൂവിലുണ്ടായിരിക്കുന്നത്. എബിറ്റ 31.75% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 22% വർദ്ധിക്കുകയും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 126 കോടിയിൽ നിന്നും 134 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 93 കോടിയിൽ നിന്നും 99 കോടിയിലേക്കെത്തി. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ലാൻഡ്മാർക്ക് കാർസ്. ലാൻഡ്മാർക്ക് കാർസിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി ചേർന്ന് പാർട്ണർഷിപ്പ് രൂപീകരിച്ചതിന് ശേഷം കമ്പനി അതിൻ്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് നടത്തി. ടോട്ടൽ വെഹിക്കിൾ സെയിൽസ് 35% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും സെയിൽസ് ആഫ്റ്റർ സർവീസിൽ 10% വളർച്ച കമ്പനി നേടുകയും ചെയ്തു. ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 30% വർദ്ധിച്ച് 1,655 കോടിയായി മാറി. RBL ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ദുബായ് ബേസ്ഡ് എമിറേറ്റ്സ് NBD RBL ബാങ്കിൻ്റെ കൺട്രോളിംഗ് സ്റ്റേക്കുകൾ $3 ബില്യൺ അക്വയർ ചെയ്തേക്കും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് വന്നതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. KEC ഇൻ്റർനാഷണലിന് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും വേണ്ടി ഏകദേശം 1,174 കോടി രൂപയുടെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് KEC ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. KFin ടെക്നോളജി സിംഗപ്പൂർ ബേസ്ഡ് അസെൻറ്റ് ഫണ്ട് സർവീസിൻ്റെ 51% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ KFin ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ബിർള അഡ്വാൻസ്ഡ് നിറ്റ്സിൽ നിന്നും ഡൈയിങ് പ്രോസസ്സിംഗ് നിറ്റിംഗ് മെഷീനറി 54 കോടി രൂപയ്ക്ക് RSWM അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ RSWM എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ ഗ്രീൻ ഇൻ്റർനാഷണൽ എന്ന കമ്പനി LT ഫുഡ്സുമായി ചേർന്ന് ഒരു ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോധ ഡെവലപ്പേഴ്സ് ചൈതന്യ ബിൽവയുടെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്തതുവഴി ബാംഗ്ലൂരിൽ 8.37 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തു. അതുകൊണ്ട് ലോധ ഡെവലപ്പർ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.